ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കായംകുളം PKKM ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ്. ബോധവൽക്കരണ ക്ലാസും നടത്തി. ഭാരതീയ ചികിത്സാ വകുപ്പ് PKKM ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിലാണ് മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഒന്നാംകുറ്റി അർബൻ സഹകരണ സംഘത്തിലായിരുന്നു ക്യാമ്പ്. കായംകുളം അർബൻ സഹകരണ സംഘത്തിന്റെയും 22ാം വാർഡ് വികസന സമിതിയുടെയും സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ്. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിസാം കാവിൽ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് യു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ശ്രീജ എസ് സ്വാഗതം പറഞ്ഞു. ഭാരതീയ ചികിത്സാ വകുപ്പിലെ ഡോക്ടർ ആര്യ എസ് കുമാർ, ഡോക്ടർ സുനിത, ജീവനക്കാരായ ഷെമീന, പ്രതാപൻ, രമ്യമോൾ, ജമീല, സുജ എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്തു. സൗജന്യ പ്രമേഹ പരിശോധനയും ക്യാമ്പിന്റെ ഭാഗമായി നടത്തി. കായംകുളം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ സഹകരണത്തോടെ വരുന്ന പരമാവധി ആളുകൾക്ക് ആവശ്യമായ പ്രാഥമിക ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പിൻ്റെ ലക്ഷ്യം. ഏറ്റവും വേഗതയിൽ ക്യാമ്പ് ആരംഭിക്കുന്നതാണ്. മുനിസിപ്പൽ ചെയർമാൻ ഒരു മരണത്തിന് പോയതുകൊണ്ടാണ് താമസിക്കുന്നത്. മുനിസിപ്പൽ ചെയർമാൻ വന്നതിന് ശേഷം ഉദ്യോഗമായ നമ്മുടെ ക്യാമ്പ് ആരംഭിക്കുകയാണ്. ഇവിടുത്തെ ആളുകൾ കൂടുതൽ ആളുകൾക്ക് ഈ ക്യാമ്പിൻ്റെ സേവനം ലഭ്യമാക്കുന്നതിന് നിങ്ങളുടെ സഹായസഹകരണം ആവശ്യമാണ്. കാരണം ഇത്തരം ക്യാമ്പുകളിൽ പങ്കെടുത്ത് രോഗപ്രതിരോധ മരുന്നുകൾ വാങ്ങി രോഗവിമുക്തി നേടേണ്ട നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾ അവരെ ഇത്തരം കാര്യങ്ങളിൽ ആവശ്യമായ അറിയിപ്പ് നൽകി കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമ്മുടെ കൂടിയാണ്. നമ്മുടെ സഹജീവികളുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നമ്മുടേതായ ഒരു കൈസഹായം ലഭിച്ചാൽ തീർച്ചയായും അത് സമൂഹത്തിൻ്റെയും നമ്മുടെ എല്ലാ വിഭാഗം പാവപ്പെട്ട ജനങ്ങളുടെയും അവരുടെ ആരോഗ്യ പരിപാലനത്തിന് സഹായകരമാകും. അങ്ങനെ ഈ ക്യാമ്പ് മാറ്റിയെടുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഴക്കാലവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ഈ ക്യാമ്പ് വെച്ചതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അത് തന്നെയാണ്. കാരണം മഴക്കാലത്തുണ്ടാകുന്ന ഈ രോഗങ്ങളെപ്പറ്റി വിശദമായിട്ട് ഇവിടെ പറഞ്ഞു. ഇപ്പം പല രോഗങ്ങളും ഷിഗല്ലയെ പറ്റിയൊക്കെ പറഞ്ഞു. ഷിഗല്ലയൊക്കെ ഇപ്പോൾ പടർന്ന് പിടിച്ച് തുടങ്ങി. പക്ഷേ ഇവിടെങ്ങും അതിനെപ്പറ്റി യാതൊരു വിഷയങ്ങളൊന്നുമില്ല. പക്ഷേ ആൾക്കാരുടെ ഉള്ളിൽ വളരെ ഭയം ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഷിഗല്ല ഉണ്ടാകാനുള്ള കാരണങ്ങളെപ്പറ്റിയും നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ഇവിടെ സംസാരിക്കും. അപ്പോൾ ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രോഗപ്രതിരോധത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയും. നമ്മൾ സമയാസമയങ്ങളിൽ അതിൻ്റെ മരുന്ന് കഴിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ നല്ല രീതിയിൽ നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരുമാതിരി രോഗത്തിൽ നിന്ന് നമ്മളെല്ലാം രക്ഷപ്പെടാൻ പറ്റും. ഞാൻ കൂടുതലായി സംസാരിച്ച് നീട്ടുന്നില്ല. നിങ്ങളെല്ലാം കുറേ നേരമായി വന്നിട്ട് അതുകൊണ്ട് ക്യാമ്പ് തുടങ്ങാനായി സമയമായി. ഏതൊക്കെയാണെങ്കിലും ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചതിന് പ്രത്യേകം നമ്മുടെ അഡ്വക്കേറ്റ് യു മുഹമ്മദ് അവരുകളെ അഭിനന്ദിക്കുകയാണ്. ഈ ഭാഗത്ത് അങ്ങനൊരു ക്യാമ്പ് സംഘടിപ്പിച്ച് ഇനി എല്ലാ വാർഡുകളിലും അത് ഇവിടെ ഉണ്ടാവും. ഉറപ്പാക്കുക ശുദ്ധമായ വെള്ളമായിരിക്കണം. തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാൻ ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ നിന്ന് തരുന്ന പൊടി നിങ്ങളെല്ലാവരും ഉപയോഗിക്കണം. നിങ്ങൾക്ക് ഇന്ന് ഇവിടെ നിന്ന് കിട്ടുന്ന മരുന്നുകൾ തീർന്നു പോകുന്ന മുറയ്ക്ക് നിങ്ങൾ ഞങ്ങളുടെ സബ് സെൻറ്റർ തൊട്ടടുത്തുണ്ട്, അവിടെ വന്ന് വാങ്ങുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ PKKM ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ വന്ന് വാങ്ങുകയോ നിങ്ങൾ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഈ ഒരു രോഗത്തെ നമ്മളൊരു യുദ്ധത്തിനെ പ്രതിനിധീകരിക്കുന്ന പോലെ നമ്മൾ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. പിന്നെ നമുക്കറിയാം ഡെങ്കി, എലിപ്പനി ഇതൊക്കെയാണ് മറ്റ് മഴക്കാല രോഗങ്ങൾ. ഇപ്പോൾ അതിനേക്കാളും പ്രസക്തി നമുക്ക് ഷിഗല്ലയ്ക്കാണ്. അപ്പം ഈ കൊതുക് ഉണ്ടാകുന്ന ഉറവിടങ്ങളെല്ലാം നിങ്ങൾ നശിപ്പിക്കണം. ചെടിച്ചട്ടിയിൽ, മൺപാത്രങ്ങളിൽ, ചിരട്ടയിലൊക്കെ വെള്ളം കെട്ടി നിൽപ്പുണ്ടെങ്കിൽ കൊതുക് മുട്ടയിടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത്ര സാധനങ്ങളെല്ലാം നിങ്ങൾ ഒഴിവാക്കണം.